Good morning, Farooq College. You are listening to Guruvani, the voice of FTC. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ RJ ഗോപിക ആൻഡ് RJ അനീസ. കേട്ടിരിക്കൂ കൂട്ടിരിക്കൂ ഞങ്ങളോടൊപ്പം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അവധിക്കാലം ഇതേ ഇങ്ങ് എത്താറായി. കേക്ക്സിൻ്റെയും കരോൾസിൻ്റെയും ഒക്കെ ദിവസങ്ങളായിട്ടുള്ള ക്രിസ്മസും ദാ ഇവിടെ എത്തിപ്പോയി. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കോട് മറ്റൊരാഘോഷത്തിൻ്റെ ലഹരിയിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. എന്താണെന്നല്ലേ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ നമ്മളുടെ ഇടയിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫുട്ബോളിൻ്റെയും ഫുഡിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ നാടായ നമ്മുടെ കോഴിക്കോട് അതിൻ്റെ പുതിയ ടാഗായ സാഹിത്യ നഗരിയിൽ അക്ഷരാർത്ഥത്തിൽ ജീവിക്കാൻ പോകുന്ന ദിവസങ്ങൾ. ജനുവരിയിൽ 4 ദിവസങ്ങളിലായിട്ട് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്ന ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി എത്തുന്ന ആൾക്കാരുടെ എണ്ണം പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തതാണ്. എടോ അനീസ, താൻ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണോ? പിന്നെ വായിക്കാൻ ഇഷ്ടമില്ലാത്തതാരാ? പക്ഷേ ഇപ്പോൾ ഈയിടെയായി ഫോണിൻ്റെ ഉപയോഗം കണ്ട് കൂടുതലായി. പിന്നെ വായനാശീലം തീരെ കുറവാണെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാനും വായിക്കാറുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും ഈയിടെ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി. കേട്ടിട്ടുണ്ടോ പുസ്തകത്തെക്കുറിച്ച്? തീർച്ചയായും കേട്ടിട്ടുമുണ്ട്, വായിച്ചിട്ടുമുണ്ട്. വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുകയെന്ന് പറയുന്ന പോലെ വളരെ മനോഹരമായിട്ടാണ് ആ പുസ്തകം അഖിൽ പി ധർമ്മജൻ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ പ്രണയവും വിരഹവും വളരെ ഭംഗിയുള്ള സൗഹൃദവും സാഹോദര്യവും വാത്സല്യവും ഒത്തിരി സസ്പെൻസും നിറഞ്ഞതാണ് ഈ നോവൽ. ഇത് വായിക്കാത്തതായിട്ട് ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് ഗുരുവാണിയിൽ റാം കെയർ ഓഫ് ആനന്ദിയുടെ ചെറിയൊരു ഭാഗം ശബ്ദാവിഷ്കാരത്തിലൂടെ കേട്ടാലോ? പിന്നെന്താ, അതിനല്ലേ നമ്മുടെ ഫറൂഖ് ട്രെയിനിങ് കോളേജിലെ ഫസ്റ്റ് ഇയർ എം.എഡ് വിദ്യാർത്ഥികൾ റാമായും മല്ലിയായും തിലോത്തമയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. Yes, friends, so you are listening to Guruvani, the voice of FTC. കേട്ടിരിക്കൂ കൂട്ടിരിക്കൂ ഞങ്ങളോടൊപ്പം. റാമിൻ്റെ ഫോൺ അതിശക്തമായി ബഹളമുണ്ടാക്കുന്നു. പതിവിന് വിപരീതമായി റാം അമ്മേ എന്ന് കരഞ്ഞു വിളിച്ച് സംസാരിക്കുന്നു. അമ്മേ. മോനെ രാമു, എന്താടാ പറ്റിയേ? അമ്മ, ചെന്നൈ കൊള്ളില്ലമ്മ. ആളെ കൊല്ലുന്ന സ്ഥലമാ. വെട്രിയെയും രേഷ്മയും കാണുന്നില്ലമ്മ. മല്ലിയെ തെരുവിൽ കൊന്നിട്ടിരിക്കുന്നു. വയ്യ, എനിക്ക് വയ്യമ്മ. മോനെ, നീ ഇങ്ങനെ കരയാതെ. അവിടെ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ട്രെയിൻ കയറിങ്ങ് വാ. അച്ഛൻ നിന്നെ ഒന്നും പറയത്തില്ല. പക്ഷെ മോനെ, വരുന്നതിന് മുമ്പ് നിൻ്റെ കൂടെ നടന്നവരെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. അതുപോലെ മല്ലിയുടെ കാര്യത്തിലും. അമ്മയുമായുള്ള സംഭാഷണം അവസാനിച്ച ശേഷം കണ്ണു തുടച്ചുകൊണ്ട് അവൻ ഇരുന്നിരുന്ന മല്ലിയുടെ സാരിമുറിയിൽ നിന്നും എഴുന്നേറ്റു. സമീപത്തെ സാരിമുറികളിലായി അവളുടെ 12 കൂട്ടുകാരികളും കരഞ്ഞു തളർന്ന മുഖവുമായി ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ പൊടിച്ചു തുടങ്ങിയ മഴ പോലീസ് മല്ലിയുടെ ശരീരവുമായി പോകുമ്പോഴേക്കും ശക്തി പ്രാപിച്ചിരുന്നു. മഴയ്ക്കൊപ്പമുള്ള ഇടിമുഴക്കം ഇടയ്ക്കിടെ ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചു. ശക്തമായ കാറ്റിൽ സാരിമുറികളിലേക്ക് മഴത്തുള്ളികൾ ചരിഞ്ഞു പതിച്ചു. റാം സമീപത്ത് കിടന്ന ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് തൻ്റെ മൊബൈൽ ഫോൺ പൊതിഞ്ഞു വെച്ചു. ശേഷം ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് മഴയിലൂടെ നടന്നു. മല്ലിയുടെ കൂട്ടുകാരികൾ വിഷമത്തോടെ അവനെ നോക്കിയിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷനിലെ പടികൾ കയറി പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് റാം എന്നും ഇരിക്കാറ്. മല്ലിയുടെ മണമുള്ള മുല്ലപ്പൂക്കളും താളം ചവിട്ടുന്ന ചിലങ്കകളുടെ ശബ്ദവും റാമിൻ്റെ ശരീരത്തെയും മനസ്സിനെയും വേദനിപ്പിച്ചു. റാം, നിന്റെ പേരിനൊപ്പം ഒരു സിമന്റ് ബെഞ്ചിലെങ്കിലും ഞാനൊന്ന് സ്ഥാനം പിടിച്ചോട്ടെ റാം. ഈ സിമന്റ് ബെഞ്ചിലല്ല മല്ലി, നീ എൻ്റെ സ്വന്തം ബെഞ്ച്. മഴയിലും ട്രെയിനുകൾ വന്നു പോയിക്കൊണ്ടേയിരുന്നു. ട്രെയിനിൽ നിന്നിറങ്ങുകയും കയറുകയും ചെയ്യുന്നവർ മഴയത്തിരിക്കുന്ന റാമിനെ ഒരു ഭ്രാന്തനെ പോലെ നോക്കി. ബെഞ്ചിൽ അല്പസമയം കൂടി ഇരുന്ന ശേഷം മുഖമൊന്ന് അമർത്തി തുടച്ച് അവൻ പുറത്തേക്ക് നടന്നു. കത്തിപ്പാറ പാലത്തിനരികിൽ തൻ്റെ ബൈക്കിനരികെ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന റാമിൻ്റെ അരികിലേക്ക് തിലോത്തമ വന്നു. മാർച്ചറിയിൽ നിന്നും ഞങ്ങൾക്ക് ബോഡി വിട്ടു തരുന്നില്ല.
രാമൊന്ന് ശ്രമിക്കാമോ? മല്ലിയുടെ കാര്യത്തിൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമാക്കാം. ഇതിനു മുമ്പ് ഇതുപോലെ 2 പേര് അവന്മാർ കൊണ്ടുപോയി കൊന്നിട്ടുണ്ട്. ഒന്നിനെ ഇതുപോലെ കൊണ്ടിട്ടത്, മറ്റൊരുവൾ ജീവച്ഛവമായി കുറേ ദിവസം ആശുപത്രി കടന്നാ മരിച്ചത്. 2 പോലീസുകാരുടെ കണ്ണിൽ അപകട മരണമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉപദ്രവിച്ച വിവരങ്ങളുണ്ടാവില്ലേ? ഒന്നും ഉണ്ടാവില്ല മോനെ. മുമ്പ് ഇങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തതാ. അക്ക, മോർച്ചറിയിലേക്ക് പോകാം. തിലോത്തമ തിരിഞ്ഞ് തൻ്റെ കൂട്ടുകാരെ ഒന്ന് നോക്കി. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നിലേക്ക് കയറിയിരുന്നു. രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിലേക്ക് അവരെത്തുമ്പോൾ സമയം രാവിലെ 11:30 മഴ അപ്പോഴും തകർത്തു പെയ്യുന്നുണ്ടായിരുന്നു. ഡ്യൂട്ടിയിലിരുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫിനോട് റാം അന്വേഷിക്കുന്നു. മല്ലിയുടെ പോസ്റ്റ്മോർട്ടമാണോ? അത് കഴിഞ്ഞു. അടക്കണ്ടേ? പോലീസ് കൊണ്ടുപോയി. ശ്മശാനം എവിടെ? വേണമെങ്കിൽ എടുക്ക്, ഇല്ലെങ്കിൽ ആ വേസ്റ്റ് ബിന്നിലിട്ടേക്ക്. കത്രിക കൊണ്ട് മുറിച്ച ആ ചിലങ്കയുടെ ചരടുകളുടെ ഒരു ഭാഗത്തായി മല്ലി കെട്ടിയ കെട്ടുകൾ മുറുക്കത്തോടെ കാണപ്പെട്ടു. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. ഡാൻസ് പഠിക്കണം, വലിയ പ്രോഗ്രാമൊക്കെ ചെയ്ത് ചെന്നൈയിൽ വലിയൊരു സ്വപ്ന സൗധം പണിയണം, വീടില്ലാത്ത അറിവാളുകളൊക്കെ അവിടെ താമസിപ്പിക്കണം. എന്നിട്ട് ഇപ്പം എന്താടി, നീ അനാഥ ശവമായി ഏതോ ശ്മശാനത്തിൽ കിടന്ന് നീയും എൻ്റെ കാലുകളും എറിയുന്നില്ലേ? റാം, നിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പയ്യ. ഇത് നീ തന്നെ വച്ചു. അവർ ആ ചിലങ്കകൾ റാമിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. തകർന്ന മനസ്സുമായി അവർ ഇരുവരും മോർച്ചറിയുടെ മുന്നിൽ വച്ചിരുന്ന ബൈക്കിനരികിലേക്ക് മഴയിൽ നടന്നുപോയി. അവനക്ക് നീതാ വേണ്ടോ? എത്ര മനോഹരമായിട്ടാണല്ലേ നമ്മുടെ ഫ്രണ്ട്സ് റാം കെയർ ഓഫ് ആനന്ദി എന്നതിൻ്റെ ഒരു ചെറിയ ഭാഗമാണെങ്കിൽ പോലും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഥാപാത്രങ്ങളിലൂടെ ജീവിച്ചു എന്ന് വേണം പറയാൻ. നമ്മളൊക്കെ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായി മാറി അല്ലേ? അതെ, നമ്മൾ ആ കഥയിലുള്ള റാമിനെയും മല്ലിയെയും തിലോത്തമയൊക്കെ നേരിൽ കണ്ട ഒരു പ്രതീതി തന്നെയായിരുന്നു. തീർച്ചയായും. പിന്നെ പ്രത്യേക ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർ അവരുടെ പേരൊന്ന് എടുത്തു പറയണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സോ അവരുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ അവരുടെ പേരൊന്ന് എടുത്തു പറയുകയാണ് ഗായ്സ്. അപ്പോൾ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് റഹീസ് ആലുങ്കൽ, നിത്യ പയ്യേരി, രമ്യ, അനീസ, ഖദീജ ആൻഡ് സ്നേഹ മരിയ. എടോ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത മറ്റൊരു കാര്യം എടുത്തു പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയോ? ഗുരുവാണിയിൽ ഇങ്ങനെ ഒരു അവസരം കൊടുത്തിരിക്കുന്നത് അവർ SI സാറിനെ വിളിക്കുന്നത് നമ്മുടെ ഫാറൂഖ് കോളേജിൽ സ്വന്തം ആബിദ് സാറിനാണ്. അപ്പം ആബിദ് സാറിനുള്ള നന്ദി കൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, So we are signing off from Guruvani, the voice of FTC. This is me, RJ Gopika and RJ Anisa. കേട്ടിരിക്കൂ കൂട്ടിരിക്കൂ ഞങ്ങളോടൊപ്പം.